നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന മേഖലയാണ് പശ്ചിമേഷ്യ. ഇറാനും അമേരിക്കയും തമ്മിലുള്ള പുതിയ സംഘർഷാവസ്ഥ ലോക രാഷ്ട്രീയത്തെയും എണ്ണവിലയെയും സാമ്പത്തിക വിപണിയെയും എല്ലാം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുടെ ഭാവിയെപ്പോലും നേരിട്ട് ബാധിക്കാൻ ഇടയുണ്ട്. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധത്തിന്റെ അതിരിൽ നിൽക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വെറും വാക്കുതർക്കങ്ങളോ സാമ്പത്തിക ഉപരോധങ്ങളോ മാത്രമായി തുടരുന്നില്ല. മറിച്ച് ആഗോള എണ്ണ വ്യാപാരത്തെയും സമുദ്ര സുരക്ഷയെയും അന്താരാഷ്ട്ര നയതന്ത്രത്തെയുമെല്ലാം ഒരേ സമയം വിറപ്പിക്കുന്ന ഒരു അതീവ അപകടകരമായ ഒരു ശക്തി പ്രകടനമായി അത് മാറിക്കൊണ്ടിരിക്കുന്നു. 2026 മെയ് 8 വ്യാഴാഴ്ച രാത്രിയോടെയാണ് സംഘർഷം പുതിയ തലത്തിലേക്ക് കടന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അരാഗ്ചി അമേരിക്കയ്ക്കെതിരെ കടുത്ത മുന്നറിയിപ്പുമായി രംഗത്തെത്തിയപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വീണ്ടും പൊട്ടിത്തെറിയുടെ വക്കിലേക്കാണ് എത്തിയത്. 2026 മെയ് 9 ശനിയാഴ്ച പുലർച്ചെ പ്ലാറ്റ്ഫോം എക്സിൽ പ്രസിദ്ധീകരിച്ച തന്റെ സന്ദേശത്തിലാണ് അരാഗ്ചി അമേരിക്കയെ രൂക്ഷമായി വിമർശിച്ചത്. നയതന്ത്രപരമായ പരിഹാരങ്ങൾ ചർച്ച ചെയ്യുമ്പോഴെല്ലാം അമേരിക്ക അശ്രദ്ധമായ സൈനിക സാഹസികതയാണ് തെരഞ്ഞെടുക്കുന്നത് എന്ന് അരാഗ്ചി ആരോപിച്ചു. ഏതൊരു സമ്മർദ്ദതന്ത്രവും അമേരിക്കയെ ഒരു കുഴിയിലേക്ക് വലിച്ചിഴയ്ക്കുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി. ഇതിലും ശ്രദ്ധേയമായിരുന്നത് ഇറാന്റെ മിസൈൽ ശേഷിയെക്കുറിച്ചുള്ള അവകാശവാദമായിരുന്നു. 2024 ഫെബ്രുവരി 28 ഉണ്ടായിരുന്നതിനേക്കാൾ 120% ശക്തമായ മിസൈൽ ശേഖരവും ലോഞ്ചർ സംവിധാനവും ഇപ്പോൾ ഇറാന്റെ കൈവശമുണ്ട് എന്നാണ് അരാഗ്ചി പ്രഖ്യാപിച്ചത്. അതായത് അമേരിക്കയോ ഇസ്രയേലോ പുതിയ സൈനിക നടപടികൾക്ക് തയ്യാറാവുകയാണെങ്കിൽ അതിനെ നേരിടാൻ ഇറാൻ മുൻപത്തേതിനേക്കാൾ വലിയ പ്രത്യാക്രമണ ശേഷിയോടെ സജ്ജമാണെന്ന സന്ദേശമാണ് അരാഗ്ചി നൽകുന്നത്. ഈ പ്രസ്താവന അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ നേരിട്ട് വെല്ലുവിളിക്കുന്നതായിരുന്നു. ദി വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം സമീപകാല സംഘർഷങ്ങൾക്കു ശേഷം ഇറാന്റെ മിസൈൽ ശേഖരത്തിന്റെ ഏകദേശം 70%വും മൊബൈൽ ലോഞ്ചറുകളുടെ 75%വും മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്നായിരുന്നു അമേരിക്കയുടെ വിലയിരുത്തൽ. എന്നാൽ അരാഗ്ചിയുടെ മറുപടി വളരെ വ്യക്തമായിരുന്നു. ഇറാൻ തന്റെ രാജ്യത്തെ പ്രതിരോധിക്കാൻ 1000% സന്നദ്ധതയിലാണ്. ഈ വാക്കുകൾ വെറും രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് അമേരിക്കൻ സൈനിക സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്ന ഇറാന്റെ പുതിയ തന്ത്രപരമായ പ്രഖ്യാപനമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ന് രാത്രിയിൽ ഇറാൻ എടുക്കുന്ന തീരുമാനം അത് സൈനിക പ്രതികരണമാകുമോ, നയതന്ത്ര ചർച്ചകളിലേക്കുള്ള നീക്കമാകുമോ, അതോ ഒരു താൽക്കാലിക നിശബ്ദതയാകുമോ എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും അടുത്ത ദിവസങ്ങളിലെ പശ്ചിമേഷ്യയുടെ ഭാവി. ഹോർമുസ് കടലിടുക്കിനോട് ചേർന്ന മേഖലയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ശക്തമായ സംഘർഷാവസ്ഥ തുടരുകയാണ്. ലോകത്തിലെ വലിയൊരു ശതമാനം എണ്ണയും ഗ്യാസും കടന്നുപോകുന്ന അത്യന്തം നിർണായകമായ സമുദ്രപാത തന്നെയാണ് ഹോർമുസ് കടലിടുക്ക്. അമേരിക്ക അവിടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും ചില ഇറാനിയൻ എണ്ണക്കപ്പലുകൾ തടയാൻ ശ്രമിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. മറുവശത്ത് ഇറാനും അമേരിക്കൻ നാവിക കപ്പലുകൾക്ക് നേരെ ശക്തമായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് രാത്രിയിലെ ഇറാന്റെ തീരുമാനം ലോകം ഉറ്റുനോക്കുന്നത്. 2026 മെയ് 9 റിപ്പോർട്ടുകൾ പ്രകാരം പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുമുള്ള അമേരിക്കയുടെ നിർദ്ദേശത്തിന് ഇറാൻ ഇന്ന് രാത്രിയോടെ മറുപടി നൽകുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. ഇറാനിൽ നിന്ന് മറുപടി ലഭിക്കുമെന്ന് ട്രംപ് വൈറ്റ് ഹൗസിന് പുറത്ത് മാധ്യമങ്ങളോടും പറഞ്ഞു. ഇന്ന് രാത്രി ഒരു കത്ത് ലഭിക്കുമെന്ന് കരുതുന്നു, അത് എങ്ങനെ പോകുമെന്ന് നോക്കാമെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഹോർമുസ് കടലിടുക്ക് വഴി സുരക്ഷിതമായി എണ്ണ ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്നതാണ് അമേരിക്കയുടെ പ്രധാന ആവശ്യം. ഇറാനിയൻ കപ്പലുകൾ തടയുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇറാനും തമ്മിൽ ഹോർമുസ് കടലിടുക്കിൽ സൈനിക സംഘർഷം നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഇരുപക്ഷവും തമ്മിൽ വെടിനിർത്തൽ നിലനിൽക്കുന്നുണ്ടെന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും സംഘർഷം തുടരുകയാണെങ്കിൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെ മറുപടിക്ക് ശേഷമായിരിക്കും ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക. അമേരിക്ക ആവശ്യപ്പെടുന്നത് ഇറാൻ ആണവായുധ വികസനം പൂർണ്ണമായി അവസാനിപ്പിക്കണം, ഹോർമുസ് കടലിടുക്കിലെ ആക്രമണങ്ങൾ നിർത്തണം, പ്രോക്സി മിലീഷ്യകൾക്ക് പിന്തുണ കുറയ്ക്കണം, മേഖലയിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കെതിരായ നീക്കങ്ങൾ അവസാനിപ്പിക്കണം എന്നൊക്കെയാണ്. ഇതിനു പകരമായി ഭാഗിക ഉപരോധ ഇളവും 60 ദിവസത്തെ സീസ്ഫയർ, ചർച്ചകൾക്ക് പുതിയ വാതിൽ എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളും മുന്നിൽ വെച്ചു. ഇതിൽ ഇറാന്റെ പ്രതികരണം വളരെ നിർണായകമാണ്. ഇറാൻ സാധാരണയായി നേരിട്ടുള്ള പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകുന്ന രാജ്യമല്ല. പകരം സമ്മർദ്ദം സൃഷ്ടിക്കുന്ന രീതിയാണ് പൊതുവെ എടുക്കാറുള്ളത്. ചെറിയ രീതിയിലുള്ള സൈനിക പ്രതികരണങ്ങൾ, പ്രോക്സി ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങൾ,
ഹോർമൂസ് കടലിടുക്കിൽ ഭീഷണി എന്നിവയാണ് പൊതുവെ ഇറാന്റെ രീതി. ഇതുതന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നതെങ്കിൽ പെട്ടെന്ന് വലിയൊരു യുദ്ധത്തിലേക്ക് പോയില്ലെങ്കിലും സംഘർഷം വർദ്ധിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ഇറാൻ ശക്തമായ മിസൈൽ ആക്രമണങ്ങളിലേക്കോ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്ന നീക്കങ്ങളിലേക്കോ പോയാൽ അമേരിക്ക ശക്തമായി തിരിച്ചടിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അങ്ങനെയെങ്ങാനും സംഭവിച്ചാൽ പശ്ചിമേഷ്യയിൽ പല രാജ്യങ്ങളും സംഘർഷത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടേക്കാം. ഇസ്രയേൽ ഇതിനകം തന്നെ ഇറാനെ ശത്രുവായാണ് കാണുന്നത്. സൗദിയും UAEയും അമേരിക്കയുടെ സുരക്ഷാ കൂട്ടാളികളാണ്. അതിനാൽ സംഘർഷം വ്യാപിച്ചാൽ മുഴുവൻ ഗൾഫ് മേഖലയിലും അതിൻ്റെ ആഘാതമുണ്ടാകും. ഇനി മറ്റൊരു സാധ്യത ഖത്തർ, പാകിസ്ഥാൻ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾ മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ്. അമേരിക്കയും ഇറാനും ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് അത്ര വേഗം പോകില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം യുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങൾ ഏറെ രൂക്ഷമാകുമെന്ന് രണ്ട് രാജ്യങ്ങൾക്കും നല്ല ബോധ്യമുണ്ട്. ആഗോള എണ്ണവില, സാമ്പത്തികാവസ്ഥ, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയെല്ലാം താറുമാറാകും. ഗൾഫ് രാജ്യങ്ങളിലെ തൊഴിലാളികൾ, പ്രത്യേകിച്ച് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ ആശങ്കയിലാകും. കാരണം ഈ സംഘർഷം ഇന്ത്യയെയും ബാധിക്കും. ഇന്ത്യക്ക് വേണ്ടിയുള്ള വലിയൊരു ശതമാനം ക്രൂഡ് ഓയിൽ വരുന്നത് പശ്ചിമേഷ്യയിൽ നിന്നാണ്. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. യുദ്ധം ശക്തമായാൽ ഇന്ത്യയിൽ പെട്രോൾ, ഡീസൽ വില ഉയരും. വിമാന ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിക്കും. രൂപയുടെ മൂല്യമിടിയും. ഓഹരി വിപണി അസ്ഥിരമാകും. പേർഷ്യൻ ഗൾഫിലെ സ്ഥിതിഗതികളും അതീവ സംഘർഷഭരിതമായി തുടരുകയാണ്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായി കണക്കാക്കപ്പെടുന്ന ഹോർമൂസ് കടലിടുക്ക് വീണ്ടും ആഗോള ആശങ്കയുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു. ലോക എണ്ണ കയറ്റുമതിയുടെ വലിയൊരു വിഹിതം ഈ ഇടുങ്ങിയ സമുദ്രമാർഗത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ കടലിടുക്കിൽ ഇറാൻ നിയന്ത്രണം ശക്തമാക്കിയതോടെ അമേരിക്കയും ശക്തമായ നാവിക സാന്നിധ്യവുമായി രംഗത്തെത്തി. ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾ നിരീക്ഷിക്കുമെന്നും അനധികൃത കടന്നുകയറ്റങ്ങൾ തടയുമെന്നും ടെഹ്റാൻ വ്യക്തമാക്കിയപ്പോൾ അമേരിക്ക അതിനെ അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഭീഷണി എന്ന നിലയിലാണ് അവതരിപ്പിക്കുന്നത്. 2026 മെയ് 9 ശനിയാഴ്ച രാവിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് പ്രവേശിക്കാനോ പുറത്തേക്ക് പോകാനോ ശ്രമിച്ച ഏകദേശം 70 എണ്ണ ടാങ്കറുകളെ US സൈന്യം തടഞ്ഞുവെന്നാണ് അവകാശവാദം. ഏകദേശം 166 ദശലക്ഷം ബാരൽ ഇറാനിയൻ എണ്ണ കയറ്റാൻ ശേഷിയുള്ള ഈ കപ്പലുകളുടെ ചരക്ക് മൂല്യം $13 ബില്യൺ എന്നാണ് അമേരിക്ക പറയുന്നത്. ഏപ്രിൽ 13 മുതൽ അമേരിക്കൻ നാവികസേന ഇറാന്റെ പ്രധാന തുറമുഖങ്ങൾക്ക് ചുറ്റും ശക്തമായ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇറാന്റെ എണ്ണ വരുമാനം തകർക്കുകയാണ് ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് വിശകലനക്കാർ വിലയിരുത്തുന്നു. ഈ ഉപരോധത്തിന്റെ വ്യാപ്തി അതിശയിപ്പിക്കുന്നതാണ്. ഏകദേശം 15,000 കപ്പലുകൾ, 200-ലധികം യുദ്ധവിമാനങ്ങൾ, 20-ലധികം യുദ്ധക്കപ്പലുകൾ എന്നിവയാണ് അമേരിക്ക ഈ മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ അമേരിക്ക നടത്തിയ ഏറ്റവും വലിയ സമുദ്ര സൈനിക വിന്യാസങ്ങളിൽ ഒന്നായാണ് ഇതിനെ കാണുന്നത്. ഇറാന്റെ എണ്ണ കയറ്റുമതി തകർക്കാൻ കഴിയുമെങ്കിൽ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ദുർബലമാക്കാം എന്ന കണക്കുകൂട്ടൽ കൂടി അമേരിക്കയ്ക്കുണ്ട്. എന്നാൽ അതേസമയം ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചുപൂട്ടാൻ ഇറാൻ തീരുമാനിച്ചാൽ അതിൻ്റെ ആഘാതം ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ നടുക്കുമെന്ന ആശങ്കയും ഉയരുന്നു. അങ്ങനെ സംഭവിച്ചാൽ അമേരിക്കയും സഖ്യരാജ്യങ്ങളും വലിയ സൈനിക നീക്കങ്ങളിലേക്ക് പോകുമെന്ന് ഇറാന് നന്നായി അറിയാം. അതിനാൽ ഇറാന് അത്തരമൊരു നിലപാടെടുക്കാൻ സാധ്യതയില്ല. ഇതിനൊപ്പം ഇറാൻ ആഭ്യന്തര സംഘർഷവും പരിഹരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിലെ തീരുമാനം സൈനികമായതിലുപരി രാഷ്ട്രീയവും കൂടിയാണ്. ആഗോള രാഷ്ട്രീയം, എണ്ണ വിപണി, സാമ്പത്തിക സ്ഥിരത, അന്താരാഷ്ട്ര സുരക്ഷ എല്ലാം സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു നീക്കമായിരിക്കണം ഇറാൻ്റേത്. മലയാളി വാർത്ത ഇൻസൈഡ്.